ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് ഗ്യാസ് ട്രബിൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആശ്വാസം ലഭിക്കാനായിട്ട് കഴിക്കാവുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. ഒരു അരമുറി നാരങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഒരു 5 അല്ലി വെളുത്തുള്ളി, അത് ചെറിയ വെളുത്തുള്ളി അല്ലികളാണ്, വലുതാണെങ്കിൽ 3 എടുത്താൽ മതി. ഈ വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം കല്ലുപ്പാണ്. അപ്പോൾ നിങ്ങൾ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത്. നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് 1/2 ഗ്ലാസ് ആക്കി എടുക്കാമേ. പലപ്പോഴും ഗ്യാസ് ട്രബിൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ മരുന്ന് കഴിച്ചിട്ട് ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോഴും നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചെന്നാൽ തീർച്ചയായും ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും. ഇത് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാനിത് പല പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന 1 ഗ്ലാസ് വെള്ളം തിളച്ച് പകുതിയായിട്ടുണ്ട്, 1/2 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നാരങ്ങ നീര്, അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് ചെറു ചൂടോടുകൂടെ തന്നെ കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചതച്ചിട്ടിരിക്കുന്ന വെളുത്തുള്ളി കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം ആ വെളുത്തുള്ളിയും കൂടെ ചവച്ച് കഴിച്ചെന്നാൽ വളരെ ഗുണം ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അതായത് നമ്മുടെ ഗാർലിക് ലെമൺ വാട്ടർ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്യാസ് ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു.